ഇനി വരാനുള്ളത് അവസാനത്തെ പത്താണ്. ആലോചിച്ച് നോക്കൂ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുകൾ അത് പരിഗണിക്കപ്പെടുക അതിൻ്റെ അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അമലുകൾ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് അവസാനം തുടങ്ങിയതിനേക്കാൾ നന്നാകട്ടെ അവസാനത്തെ നാളുകൾ. പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഖദർ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ആദ്യത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. ആദ്യത്തെ 10 ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾ അന്വേഷിക്കുന്ന കാര്യം, താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം മുന്നിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്തും ഇരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞു, താങ്കൾ തേടുന്ന കാര്യം മുന്നിലാണുള്ളത്, അഥവാ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിവരം വഹി നൽകപ്പെട്ടിരിക്കുന്നു, ആ രാത്രി ലൈലത്തുൽ ഖദർ അത് അവസാനത്തെ 10. അതുകൊണ്ട് ഇഅ്തികാഫ് ഉദ്ദേശിക്കുന്നവർ, ആ രാത്രി തേടുന്നവർ എൻ്റെ കൂടെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബ് അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഉദാരത്താൽ ഇത് അവസാനത്തിലാക്കിയിരിക്കുന്നു. ആദ്യത്തിലോ മധ്യത്തിലോ അല്ല, മറിച്ച് അവസാനത്തിലാക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഫദ്ൽ അത് തേടാൻ, അതന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ ആദ്യം അതേക്കുറിച്ച് അള്ളാഹു വിവരം നൽകിയിരുന്നു. ഏത് രാത്രിയിലാണത് എന്ന് തന്നെ വിവരം നൽകിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ രണ്ടുപേർ പരസ്പരം തർക്കിക്കുന്നത് കണ്ടു. ആ തർക്കം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മറപ്പിക്കപ്പെട്ടു. തർക്കങ്ങളുടെ ബറക്കത്തില്ലായ്മ അതിലുണ്ട് എന്ന് ഇമാം ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. തർക്കങ്ങൾ ബറക്കത്ത് നശിപ്പിച്ച് കളയും എന്നതിനുള്ള സൂചന അതിലുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ഈ ഉമ്മത്തിന് ഖൈറാക്കിയത് തന്നെയാണ്. അത് മറപ്പിച്ച് കളയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഖൈറുണ്ടാകും. ശരിയാണ്, അത് നഷ്ടപ്പെട്ടു പോയി എന്നൊരു നഷ്ടം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും എല്ലാ രാത്രിയിലും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുക എന്ന ഖൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് മറപ്പിച്ചതിന് പിന്നിൽ ഉണ്ട്, യാതൊരു സംശയവുമില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രാത്രിയെക്കുറിച്ച്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച്, നമുക്ക് വരാനുള്ള നാളുകളിൽ നമുക്ക് കാത്തിരിക്കേണ്ട ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ലൈലത്തുൽ ഖദർ എന്നാണ് അതിൻ്റെ പേര് തന്നെ. ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്? ഒന്ന്, ഖദർ എന്നാൽ അതിന് സ്ഥാനം എന്നർത്ഥമുണ്ട്. മൻസില, സ്ഥാനം. ഒരു വലിയ സ്ഥാനമുള്ള ആൾക്ക് എന്തു പറയും? അദീമുൽ ഖദർ, വലിയ ഖദറുള്ള ആളാണ്. വലിയ സ്ഥാനം അതിനുണ്ട്. രണ്ടാമത്തത്, അത് അള്ളാഹുവിൻ്റെ വിധി നിർണയം, ഒരു വർഷത്തെ കാര്യം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ്. ഒരു വർഷത്തെ കാര്യം, ഒരു വർഷത്തെ റിസ്ക്, ഉപജീവനം, ആളുകളുടെ മരണം, ജനനം പോലെയുള്ള കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന നാളാണ്, ആ രാത്രിയാണ്. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അത് അടുത്ത രേഖ, മലായിക്കത്തിൻ്റെ രേഖയിലേക്ക് നീക്കപ്പെടും പോലെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഫീഹ യുഫറഖു കുല്ലു അംരിൻ ഹക്കീം. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറഞ്ഞു, ആ രാത്രിയിലാണ് എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ നോക്കൂ, വിധി നിർണയത്തിൻ്റെ രാത്രി, അതുപോലെ വലിയ സ്ഥാനമുള്ള രാത്രി, ഈ അർത്ഥമെല്ലാം എന്തുണ്ട്? ആ പേരിൽ തന്നെ ഉണ്ട്. ലൈലത്തുൽ ഖദർ എന്ന പേരിൽ തന്നെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ, അതിലേക്ക് ആഗ്രഹം തോന്നാൻ ഉതകുന്ന രൂപത്തിലാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നാൽ നിനക്കെന്തറിയാം? എന്താണ് നിനക്കതേക്കുറിച്ച് അറിയാവുന്നത്? ആ ചോദ്യം ശ്രദ്ധ ക്ഷണിക്കാനുള്ള, അതിലേക്ക് താല്പര്യം ജനിപ്പിക്കാനുള്ള ചോദ്യമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ.
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഖൈറാണ് ആ രാത്രി. 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു ആയുസിൻ്റെ അവസരമാണ്. ഒരു ആയുസിൻ്റെ അവസരം ആ ഒരൊറ്റ രാത്രിയിലുണ്ട്. 1000 മാസങ്ങൾ എന്നാൽ 80ലധികം വർഷങ്ങൾ വരും. 80ലധികം വർഷങ്ങൾ. ഒരു ആയുസിൻ്റെ അവസരം ഒരൊറ്റ രാത്രിയിൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറഞ്ഞത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകളും റൂഹും എല്ലാ അമ്രുമായി, അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ഇറങ്ങി വരും ആ രാത്രിയിൽ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതുവരെ ആ രാത്രി സലാമാണ്. അത് സമാധാനത്തിൻ്റെ, സുരക്ഷയുടെ രാത്രിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് റമദാനിലെ അവസാനത്തെ 10 പഠിപ്പിച്ചു. അതിൽ എല്ലാ രാത്രിയിലും ലൈലത്തുൽ ഖദർ ആകാനുള്ള സാധ്യതയുണ്ട്. അവസാനത്തെ 10 എല്ലാ രാത്രിയിലും. കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവിനാണ്. അതിൽ തന്നെ കൂടുതൽ സാധ്യത അവസാനത്തെ 7 അതിൽ തന്നെ ഏറ്റവും സാധ്യത ഏത് രാവിലാണ്? 27ാമത്തെ രാവിലാണ്. നോക്കൂ നിങ്ങൾ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വന്ന ഹദീസുകൾ നമുക്ക് വായിച്ചാൽ ഒരാൾക്ക് തോന്നും എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദർ ആകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ രാത്രിയും ഒന്നൊഴിയാതെ. ചില ഹദീസുകളിൽ ഒറ്റയല്ലാത്ത രാവ് ആയേക്കാം എന്നുവരെ സൂചനയുണ്ട്. കാരണം എങ്ങനെയാണത് ഒറ്റയിട്ടത് എന്ന് ആദ്യം തൊട്ട് എണ്ണുമ്പോൾ വരുന്നത് പോലെയുള്ള പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ വരിക 29ഉം 30ഉം ആകുമ്പോൾ ബാക്കിയുള്ള 7 ബാക്കിയുള്ള 5 എന്ന് പറയുന്നത് പോലെയല്ല. മുന്നോട്ട് 21ാം രാവ്, 23ാം രാവ്, 25ാം രാവ് എന്ന് പറയുമ്പോൾ വരും. 2 രൂപത്തിൽ ഹദീസിൽ പ്രയോഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവസാനത്തെ 10 ഏത് രാത്രിയും ലൈലത്തുൽ ഖദർ ആകാം. അതിലേറ്റവും സാധ്യത ഒറ്റയിട്ട രാവിലാണ്. അതിലേറ്റവും സാധ്യത അവസാനത്തെ 7 അതിലേറ്റവും സാധ്യത 27ാം രാവിലാണ്. ഇങ്ങനെയാണ്. അതല്ലാതെ ഒരു രാത്രിയും ഉറപ്പിച്ചു പറയുക സാധ്യമല്ല. ഇന്നതാണ് എന്ന് പറയുക നമുക്ക് കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെയാണ് ലൈലത്തുൽ ഖദർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് സ്വപ്നം മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം മുഖേനയോ ഒരു രാത്രി, ഇപ്പോൾ 21ാം രാവ് ഒരാൾക്ക് തോന്നുകയാണ് ലൈലത്തുൽ ഖദർ ഇന്നലെയായിരുന്നു, 22ാമത്തെ ദിവസം അയാൾക്ക് തോന്നുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളും മറ്റുമെല്ലാം വെച്ച് അത് ഇന്നലെ അനുഭവിച്ചു എങ്കിൽ പോലും അത് പ്രചരിപ്പിക്കാതിരിക്കുക, അതാണ് നല്ലത്. അതിൻ്റെ മെസ്സേജുകൾ അയക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ ആളുകൾ നിരാശരായി പോകും. കഴിഞ്ഞുപോയി, ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന ആളുകൾ വിചാരിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഏത് രാവിലും നീ അത് പ്രതീക്ഷിക്കുക, ഏത് രാത്രിയിലും നീ അത് പ്രതീക്ഷിക്കുക. എങ്ങനെയാണത് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെ ആയിത്തീരാൻ ഇമാമിൻ്റെ പിന്നിൽ മുഴുവൻ നിസ്കരിക്കുക, സാധിക്കുന്ന അത്ര അത് നിർവഹിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള റമദാനിലെ ബാക്കിയുള്ള രാത്രികളിൽ ചെയ്യാത്ത അത്ര പ്രയത്നം അവസാനത്തെ 10 ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവസാനത്തെ 10 വന്നാൽ അവിടുന്ന് രാത്രി സജീവമാക്കും. അഹ്യ ലൈല വഅയ്ഖദ അഹ്ല, കുടുംബത്തെ വിളിച്ചുണർത്തും. വശദ്ദ മിഅ്സറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരമുണ്ട് മുറുക്കിയെടുക്കും, ഉടുമുണ്ട് മുറുക്കിയെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന പ്രയത്നത്തിന് ഇറങ്ങുകയാണ് എന്ന സൂചനയാണ് ആ പ്രയോഗത്തിലുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഒന്നാകെ സഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ച രാത്രി ഉണ്ടായിട്ടുണ്ട്. 27ാം രാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ചു. ഏതുവരേക്കും?
അത്താഴം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെ പോയേക്കുമോ എന്ന് സഹാബത്തിന് തോന്നുമാറും. ഫജ്റിനോട് അടുത്ത സമയം വരെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. റമദാനിൽ 27-ാമത്തെ രാവിൽ. അതിനു മുൻപ് 25-ന് സഹാബത്തിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പകുതിയോളം നിസ്കരിച്ചു. അതിനു മുൻപ് 23-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ പകുതിയിൽ കുറഞ്ഞ ഭാഗം നിസ്കരിച്ചു. 27 ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫജ്ർ വരെ. സഹാബത്തിന് തോന്നിപ്പോയി ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം ലഭിക്കുകയില്ലേ എന്ന്. ഇതെല്ലാം ഈ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൽ ഏത് രാത്രി ആകാനാണ് സാധ്യത? കൂടുതൽ സാധ്യത എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നോക്കൂ, ഇതുകൊണ്ടാണ് സഹാബത്തിൻ്റെ ഹദീസുകളിൽ നമുക്കിതെല്ലാം എല്ലാ രാത്രിയും ആയിപ്പോകും എന്ന് തോന്നുന്ന സൂചന കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു 21 രാവിലാണ്. അബൂ സഈദ് അൽ ഖുദ്രി, സഹാബി അബൂ സഈദ് അൽ ഖുദ്രി പറയുമായിരുന്നു 21 രാവാണ്. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രാത്രിക്ക് ശേഷമുള്ള പകലിൽ ഞാൻ മണ്ണിലും വെള്ളത്തിലും സുജൂദ് ചെയ്യുന്നത് സ്വപ്നം കണ്ടു. 21 രാവിലെ മഴ പെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നമ്മുടെ മസ്ജിദ് പോലെയുള്ള മസ്ജിദല്ല, മഴ പെയ്താൽ ചോരും. അങ്ങനെ 22-ന് ഫജ്റിന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തത് മഴ പെയ്ത് ചോർന്നൊലിച്ച മസ്ജിദിലാണ്. നബി ഫജ്ർ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ നെറ്റിയിൽ വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും അടയാളം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടച്ചു മാറ്റാതെ പോയത് ചിലപ്പോൾ കരുതി കൂട്ടിയായിരിക്കാം. എന്തിന്? ഇത് കാണിച്ചു കൊടുക്കാൻ. ഈ കണ്ട സ്വപ്നം ഇന്നാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി കൂട്ടി മുഖം തടവാതിരുന്നതായിരിക്കാം എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് അബൂ സഈദ് ഖുദ്രി പറയും 21-നാണത്. കാരണം അന്ന് നബി പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. എന്നാൽ ഇതേ കാര്യം 23-ന് സംഭവിച്ചുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറയുമായിരുന്നു 27-നാണ്. സഹാബത്തിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. മുൻഗാമികളിലെ ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്താണത്? 27-ാം രാവിനാണ് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങൾ ഒരുപാട് തവണ യോജിച്ചു വന്നതായി അവർ കണ്ടത് 27-ാം രാവിനാണ്. പണ്ഡിതന്മാർക്കിടയിലുള്ള മറ്റൊരു ചർച്ചയാണെന്ത്? ഇത് എല്ലാ രാത്രിയും ഒരേ രാവിനായിരിക്കുമോ, അതല്ല നീങ്ങി പോകുമോ? എല്ലാ വർഷവും ഒരേ രാവിനെ തന്നെയായിരിക്കുമോ, അതല്ല നീങ്ങിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും മാറിപ്പോകുമോ എന്ന്. വല്ലാഹു അലം. അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു എല്ലാ വർഷവും ഒരേ രാത്രിയായിരിക്കും. അതായത് 21-നാണെങ്കിൽ എല്ലാ വർഷവും 21-ന് തന്നെ, 23-നാണെങ്കിൽ എല്ലാ വർഷവും 23-ന് തന്നെ, 27-നാണെങ്കിൽ എല്ലാ വർഷവും 27-ന് തന്നെ, 25-ആണെങ്കിൽ അങ്ങനെ, 29-ആണെങ്കിൽ അങ്ങനെ. എന്നാൽ വേറെ ചിലർ പറഞ്ഞു അല്ല, നീങ്ങിക്കൊണ്ടിരിക്കും. ഈ വർഷം 21-ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു രാത്രി ആയിരിക്കാം. വല്ലാഹു അലം. കൂടുതൽ ശരി ഇതാണ്, നീങ്ങിക്കൊണ്ടിരിക്കും എന്നതാണ്. അല്ലാഹു അലം. അപ്പോൾ നോക്കൂ, അതുകൊണ്ട് ഏത് രാത്രിയും ഇത് പ്രതീക്ഷിക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കൂ, നേർക്കുനേരെ ഒരാൾക്ക് കണ്ടറിയാൻ പറ്റുന്ന അടയാളം ഉണ്ട്. അതുപോലെ മനസ്സിൽ അനുഭവപ്പെടുന്ന അടയാളവുമുണ്ട്. മനസ്സിൽ അനുഭവപ്പെടുന്ന അടയാളം ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ, മുഅ്മിനുകളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും അനുഭവപ്പെട്ടു കൊള്ളണമെന്നില്ല. മറിച്ച് മനസ്സിൻ്റെ ഖൽബിൻ്റെ സലാമത്തിനനുസരിച്ച്, അതിൻ്റെ പരിശുദ്ധിക്കും പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധിക്കുമൊക്കെ അനുസരിച്ച് ഈ അനുഭവം വ്യത്യാസപ്പെട്ടേക്കാം. പക്ഷെ മുഅ്മിനുകളുടെ മനസ്സിൽ അത് അനുഭവപ്പെടും എന്നാണ് ഹദീസിൽ അതിന് സൂചനയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തു ചോദിച്ചത്? നബിയെ, ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്നറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ദുആ പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് എന്താണ്? ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എങ്ങനെ അറിയും എന്ന് ചോദിച്ചോ? ഇല്ല. മറിച്ച് മുഅ്മിനുകളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു അനുഭവം, ഒരു സമാധാനവും
ഇന്നായിരിക്കും അതെന്ന തോന്നലും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. രാത്രി അള്ളാഹു വിശേഷിപ്പിച്ചത് തന്നെ സലാമുൻ, സമാധാനത്തിൻ്റെ രാത്രിയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം, സംഹുൻ, ശാന്തിയുള്ള രാത്രിയാണത്. ആ രാത്രി സമാധാനം നിറഞ്ഞ രാത്രിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റു നിലക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം. അതിലൊന്നാണ് കടുത്ത ചൂടുണ്ടാവുകയില്ല, അതുപോലെ കടുത്ത തണുപ്പും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സഹീഹായി വന്നിട്ടുണ്ട്. മറ്റൊരടയാളം ലൈലത്തുൽ ഖദർ കഴിഞ്ഞ പകലിൽ അടയാളമാണ്. ലൈലത്തുൽ ഖദർ കഴിഞ്ഞുള്ള പകലിലെ സൂര്യൻ ഉദിക്കുക ദുർബലമായ രൂപത്തിലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ കിരണങ്ങളൊന്നും കാണാതെ ദുർബലമായ അവസ്ഥയിൽ ആണ് സൂര്യൻ ഉദിക്കുക എന്നാണ്. പണ്ഡിതന്മാർ അതിന് കാരണമായി പറയുന്നത് ആകാശലോകത്ത് നിന്ന് തലേന്ന് രാത്രി ഇറങ്ങിയ മലായിക തിരിച്ചു പോകുന്നതുകൊണ്ട്, അവരുടെ പോക്ക് കൊണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ മറയുന്നതാണ് എന്നാണ്. കാരണം അന്ന് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, ഹദീസുകളിൽ കാണാം ഭൂമിയിലെ ചരൽക്കല്ലുകളുടെ എണ്ണത്തിൻ്റെ അത്ര. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൈലത്തുൽ ഖദറിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലായികത്തിൻ്റെ എണ്ണം അദദുൽ ഹസ, ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണത്തിൻ്റെ അത്രയുമാണ്. അല്ലാഹു അക്ബർ. കാരണം മലായികത്തിൻ്റെ എണ്ണം അള്ളാഹുവിനാണ് അറിയുക. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അള്ളാഹുവിൻ്റെ സൈന്യങ്ങളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ബൈത്തുൽ മഅമൂറിൽ ഓരോ രാത്രി ഓരോ ദിവസവും 70,000 മലക്കുകൾ കയറി ഇറങ്ങിപ്പോകും. ഒരിക്കൽ കയറിയവർ പിന്നെ കയറുകയില്ല എന്നാണ്. ബൈത്തുൽ മഅമൂർ എന്നാൽ 7ാമത്തെ ആകാശത്തിലെ കഅബയാണ്. 7ാമത്തെ ആകാശത്തിലെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൂറിൽ അള്ളാഹു ബൈത്തുൽ മഅമൂർ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വൽ ബൈത്തുൽ മഅമൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങാനും താഴേക്ക് വീണിരുന്നുവെങ്കിൽ ലഖറ അലൈഹ, ഭൂമിയിലെ കഅബക്ക് മുകളിലാണ് അത് വീഴുക. അത്രയും കഅബക്ക് നേരെ മുകളിലാണ്. അവിടെ മലായികത്ത് ഓരോ ദിവസവും കയറി ഇറങ്ങിപ്പോകുന്നു. 70,000 മലക്കുകൾ ഒരു ദിവസം, ഇങ്ങനെ ഓരോ ദിവസവും. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ മലായികത്തിൻ്റെ എണ്ണം. ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് അല്ലാഹുവിന് റുക്കൂഉം സുജൂദും ചെയ്തുകൊണ്ടുണ്ട് എന്നാണ്. 4 വിരൽ വെക്കാനുള്ള സ്ഥലം ഉണ്ട് എങ്കിൽ. അപ്പം ഇത്രയും വരുന്ന എണ്ണം മലായിക ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യവും ഈ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണത്. അതുകൊണ്ട് അവരുടെ തിരിച്ചുപോക്ക് കൊണ്ടാണ് സൂര്യൻ്റെ കിരണങ്ങൾ ഹദീസിൽ വന്നതുപോലെ മറയപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. ഇപ്പം നോക്കൂ, ഇങ്ങനെ ഒരടയാളം ലൈലത്തുൽ ഖദറിന് പറയപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ വന്ന അടയാളങ്ങളാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. മുഅ്മിനുകളുടെ മനസ്സിൽ അള്ളാഹു അത് തോന്നിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ അനുഭൂതി, അവരുടെ മനസ്സിൽ പ്രത്യേകമായ ശാന്തിയും സമാധാനവും മറ്റുള്ള രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയേക്കാം. നോക്കൂ, ഈ രാത്രികളിൽ ചെയ്യാനുള്ള അമലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇഅ്തികാഫിനെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ ഖുർആൻ പാരായണം, നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. എന്നാൽ നോക്കൂ, പ്രത്യേകമായി എന്തെങ്കിലും ദുആ ലൈലത്തുൽ ഖദറിന് വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയിഷ റളിയല്ലാഹു അൻഹയെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്, ശ്രേഷ്ഠമായൊരു ദുആ. എന്താണത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫൂൻ, നീ ഏറ്റവും മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അഫൂൻ എന്നാണ്. ഐനിന് ഫത്ഹാണ്, ഫായിന് ദമ്മാണ്, വാവിന് ഷദ്ദുണ്ട്. അഫൂൻ എന്നാണ്. അഫൂൻ. രണ്ടാമത് പറഞ്ഞതോ തുഹിബ്ബുൽ അഫ്വ, അവിടെ രണ്ടാമത്തെ അക്ഷരം ഫായിന് സുക്കൂനാണ്.
തുഹിബ്ബുൽ ആഫ്വ, അള്ളാഹുവെ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നു. ഈ രണ്ടും ചില ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരുപോലെ പറയാറുണ്ട്. രണ്ടും ഒരുപോലെയല്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ ആഫ്വ ഫഅഫു അന്നി. ഈ ദുആ സുബ്ഹാനല്ലാഹ് ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. ഏത് സമയത്തും ദുആ ചെയ്യുക, യാതൊരു സംശയവുമില്ല. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ റമദാനിലെ അവസാനത്തെ രാവുകളിൽ പ്രത്യേകിച്ച് ഇത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഏത് സമയത്തും ചെയ്യാവുന്ന ദുആ ഇത്. സുബ്ഹാനല്ലാഹ് വളരെ ശ്രേഷ്ഠമായ, നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സ്വാധീനങ്ങൾ ഈ ദുആ കൊണ്ട് ഉണ്ടായേക്കാം. കാരണം നോക്കൂ നിങ്ങൾ, ആ ദുആ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മാപ്പിലല്ലാതെ മറ്റൊന്നിനും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവിടെ കൂടിയ ആളുകളാണ് ഈ ദുആ ചെയ്യുന്നത്. പക്ഷെ അവർ അവലംബിക്കുന്നതോ അവരുടെ നോട്ടമോ അവരുടെ കർമ്മങ്ങളിലേക്കല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ മാപ്പിലേക്കാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ സുബ്ഹാനല്ലാഹ് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. മദീനയിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ ഹഫളഹുമല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ആ ഒരു കഥ. കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോക മുസ്ലിമീങ്ങളിലെ കിബാറുകളായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഹഫളഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പിതാവും, മൂന്ന് പേരും, ഷെയ്ഖ് അബ്ദുർ റസാഖും അദ്ദേഹത്തിൻ്റെ പിതാവും, മൂന്ന് പേരും 27ാമത്തെ രാവിൽ മദീനയിലാണ്. അവരുടെ നാട് മദീനയാണ്. മസ്ജിദ് നബവിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ 27ാം രാവാണ്. അവർ കാണുന്നത് എന്താണ്? ഒരു കാറിൽ കുറച്ച് ചെറുപ്പക്കാർ ഉച്ചത്തിൽ പാട്ടിങ്ങനെ വെച്ച് കാറിലിരിക്കുകയാണ്, ഉച്ചത്തിൽ മ്യൂസിക് വെച്ചിരിക്കുകയാണ്. 27ാം രാവിൽ ഷെയ്ഖ് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തു? അത് കണ്ടപ്പോൾ കാറിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളിത് ഓഫ് ചെയ്യുക. ഈ രാത്രി 27ാമത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട ഈ രാത്രി ഏറ്റവും ചുരുങ്ങി നിങ്ങളത് ഓഫ് ചെയ്യുക. എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഷെയ്ഖ് പറഞ്ഞു, ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചത്, ഈ ദുആ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി പറയിപ്പിച്ചു. ഷെയ്ഖ് പറഞ്ഞു, ഈ സംഭവമേ ഞാൻ മറന്നുപോയി. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, മറ്റൊരു രാജ്യത്തേക്ക് ഒരിക്കലൊരു അവിടെ ദീനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദീനി മജ്ലിസിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്നു. നല്ലൊരു ദീനിയായ അടയാളങ്ങൾ മുഖത്തുള്ള താടിയൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് എന്നെ ഒരു ചോദിച്ചു, ഷെയ്ഖേ എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ഇങ്ങനൊരു രാത്രി ആ ഒരു കാറിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ അന്ന് ആ ദുആ പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം മാറി, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തൗബ എൻ്റെ മനസ്സിലിട്ട് തന്നു. നോക്കൂ, അയാളുടെ ജീവിതം അതുകൊണ്ട് മാറിയെന്നാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവിൻ്റെ പേരും അവൻ്റെ വിശേഷണവും എടുത്തു പറഞ്ഞ് അവനോട് മാപ്പ് ചോദിക്കുന്ന ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ധാരാളമായി ഇത് ചൊല്ലാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്. നബിയുടെ ഹബീബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ട് അത് ധാരാളമായി ചൊല്ലുക.